ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ തല്ലിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്നിറങ്ങും. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷണം നടത്തുക. SITയെ സംബന്ധിച്ചുള്ള ശുപാർശ DGP ആഭ്യന്തര വകുപ്പിന് നൽകി. ഈ ശുപാർശ ആഭ്യന്തരമന്ത്രി പരിശോധിച്ച് ഇന്ന് ഉത്തരവിറക്കും. രക്ഷാപ്രവർത്തനമാണ് നടന്നത് എന്നായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ആലപ്പുഴയിൽ വെച്ച് കറുത്ത കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപ് എസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 2023 ഡിസംബറിലായിരുന്നു സംഭവമുണ്ടായത്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ തല്ലിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്നിറങ്ങും. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു സംഭവം അന്വേഷിക്കുമെന്നടക്കം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്നിറങ്ങാനാണ് സാധ്യതയുള്ളത്. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷണം നടത്തുക. SITയെ സംബന്ധിച്ചുള്ള ശുപാർശ DGP ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഈ ശുപാർശ ആഭ്യന്തരമന്ത്രി പരിശോധിച്ച് ഇന്ന് ഉത്തരവിറക്കും. രക്ഷാപ്രവർത്തനമാണ് നടന്നത് എന്നതായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ വെച്ച കറുത്ത കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപ് എസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 2023 ഡിസംബറിലായിരുന്നു സംഭവമുണ്ടായത്.